ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ പോത്തുണ്ടി ഡാം പാർക്കിനെ കുറിച്ചാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പോത്തുണ്ടി ഡാം പാർക്ക്. പ്രകൃതി ഭംഗിയും ശാന്തമായ അന്തരീക്ഷവും ആസ്വദിക്കാൻ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടെ മുതിർന്നവർക്ക് ടിക്കറ്റ് 20 രൂപയാണ്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ നമുക്ക് അകത്തേക്ക് പ്രവേശനമുണ്ട്. ഈ പാർക്കിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ എൻട്രൻസിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയൊരു കോണിപ്പടി കാണാം. ഈ കോണിപ്പടി കൂടെ മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമിലെ ജലനിരപ്പ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതുമാത്രമല്ല, അതിന് മേലെ നല്ലൊരു സീനറി നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇത് പ്രായമായ ആളുകൾക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും കയറാനായിട്ട് ഒരുപാട് കഷ്ടമായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ അണച്ചു ഇതിന് മേലെ എത്തിയപ്പോഴേക്കും ഒരു രക്ഷയില്ല, സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ തന്നെ എത്ര മലകളാന്ന് നോക്കിയാൽ. ഈ മലകളുടെ താഴെ ഇങ്ങനെ ഒരു ഡാമും, ഒരു രക്ഷയില്ല, വന്ന് കാണണം, സൂപ്പറായിട്ടുണ്ട്. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടായാലും ഇതിന് മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. വലിയ മലകളും അതിന് താഴെയായിട്ട് ഒരു ജലാശയം, രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വന്ന് കാണാൻ വേണം. ഇത് നെല്ലിയാമ്പതി മലയുടെ താഴ്ഭാഗമായിട്ട് വരും ഈ ഒരു ഡാം നിൽക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ അപൂർവമായ മൺ അണക്കെട്ടുകളിൽ തന്നെ ഒന്നാണിത്. കുമ്മായവും ചുണ്ണാമ്പവും ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഡാമിന് താഴെയായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു പൂന്തോട്ടവും പാർക്കൊക്കെ ഉണ്ട്. പിന്നെ നെല്ലിയാമ്പതി കുന്നുകളുടെ പശ്ചാത്തലവും വലിയ ജലാശയവും സഞ്ചാരികൾക്ക് മികച്ച ദൃശ്യാനുഭവമാണ് നൽകുന്നത്. പിന്നെ ഈ കാണുന്നത് ജലനിരപ്പ് അറിയാനുള്ള ഒരു സ്കെയിലാണ്. എത്ര അടി വെള്ളം ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ ഈ ഒരു സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ധാരാളം ആളുകൾ ഇപ്പോൾ മേലേക്ക് കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഡാമിന് താഴെയായിട്ട് നമുക്ക് ഒരുപാട് പാടങ്ങളും അതുപോലെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ ഒരു ഡാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ ജലത്തിനൊന്നും ഒട്ടും ക്ഷാമം ഉണ്ടാവില്ല. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കും ഈ അടുത്ത പരിസരത്തെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാം ഇവിടുത്തെ കർഷകർക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം അത്യാവശ്യം ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ താഴേക്ക് പോകാം. താഴെ ഗാർഡനും പാർക്കും അതുപോലെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം. ഇവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മുതിർന്നവർക്ക് ഇവിടെ വന്ന് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ കുടിലുകളും ബെഞ്ചുകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനുമാണ്. ഒരുപാട് ഏരിയ നീണ്ടു നിവർന്ന് കിടക്കാണ് ഇവിടെ. ഈ ഒരു ഡാമിൻ്റെ പാർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട്. അത് നടന്ന് മനുഷ്യൻ്റെ ഊപ്പാടിളകും. പക്ഷേ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു പോത്തുണ്ടി ഡാം പാർക്ക്. ഈ കാണുന്നത് സ്കൈ സൈക്ലിങ്ങിൻ്റെ ടവറാണ്. ഈ ടവറിൽ നിന്നും അടുത്ത ഒരു ടവറിലേക്ക് നമുക്കിത് റൈഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇതിൻ്റെ ടിക്കറ്റ് ഈ ടവറിന് താഴെ തന്നെ ഒരു കൗണ്ടറുണ്ട്, അവിടെ നിന്നാണ് എടുക്കേണ്ടത്. അതിന് സെപ്പറേറ്റ് ചാർജാണുള്ളത്. പിന്നെ ഈ കാണുന്നത് ഈ പാർക്കിനകത്തുള്ള ടോയ്ലറ്റാണ്. ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ പലതരം ഗെയിമുകളും ഈ പാർക്കിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.